ഹലോ ഫാം, വെൽക്കം ബാക്ക്. അല്ലറ ചില്ലറ ടെസ്റ്റുകളൊന്നും അല്ല നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടത്. എ നൈറ്റ് ഓഫ് ദ സെവൻ കിങ്ഡം സീസൺ 1 5-ാം എപ്പിസോഡ് കണ്ട എല്ലാവരും ഷോക്ക്ഡ് ആണോ എന്ന് പ്രത്യേകം ചോദിക്കണ്ടല്ലോ. ആ മാരകമായ ട്രയൽ ഓഫ് 7 കഴിഞ്ഞു. പക്ഷെ അതിൻ്റെ ആഘാതം അത്ര പെട്ടെന്നൊന്നും മാറില്ല. സീസൺ ഫിനാലിലേക്ക് കടക്കുമ്പോൾ കാര്യങ്ങൾ ആകെ മാറി മറിയുന്ന കാഴ്ചയാണ്. നമ്മുടെ പ്രിയപ്പെട്ട ബെയ്ലർ ബ്രേക്സ്പെൻ്റെ മരണം വെറുമൊരു മരണമല്ല, അത് വരാനിരിക്കുന്ന വലിയൊരു ദുരന്തത്തിൻ്റെ തുടക്കമാണ്. ടാർഗറിയൻ വംശത്തിൻ്റെയും വെസ്റ്റ്രോസിനെ തന്നെ ഭാവി മാറ്റിമറിക്കാൻ പോകുന്ന ഒന്ന്. ഫിനാലെ എപ്പിസോഡിൻ്റെ ട്രെയിലർ പുറത്തുവിട്ട സ്ഥിതിക്ക് അപ്പോൾ നമുക്ക് 6-ാം എപ്പിസോഡിൻ്റെ ആ ട്രെയിലർ ഒന്ന് ഡീകോഡ് ചെയ്യാം. ബെയ്ലറിൻ്റെ മരണവും ഡങ്കിൻ്റെ കുറ്റബോധവും. ട്രെയിലറുടെ തുടക്കം തന്നെ നമ്മൾ കാണുന്നത് തകർന്നുപോയ ഡങ്കിനെയാണ്. തൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഒരു രാജകുമാരൻ ബലി നൽകപ്പെട്ടു എന്നത് ഡങ്കിനെ താങ്ങാനാവുന്നതല്ല. അദ്ദേഹം എനിക്ക് വേണ്ടി തൻ്റെ ജീവൻ കളഞ്ഞു എന്ന് ഡങ്ക് പറയുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യും. ഇവിടെ ഡങ്കിൻ്റെ ഒരു മാനസികാവസ്ഥ വളരെ ഡീപ്പായിട്ടാണ് കാണിക്കുന്നത്. താൻ തന്നെ ഇതിനെല്ലാം കാരണക്കാരനായല്ലോ എന്ന വലിയൊരു കുറ്റബോധം ഡങ്കിനെ വേട്ടയാടുമ്പോൾ അവിടെയാണ് ലാഫിംഗ് സ്റ്റോമായ ലയണൽ ബരാത്തിയോൻ്റെ കടന്നുവരവ്. പുള്ളി ഡങ്കിനെ ആശ്വസിപ്പിക്കാൻ നോക്കുന്നുണ്ട്. ലയണൽ പറയുന്നത് ശ്രദ്ധിച്ചാൽ, നിന്റെ രാജകുമാരനാണ് നിനക്ക് വേണ്ടി പോരാടിയത്, അതും അയാളെ സംരക്ഷിക്കാൻ ബാധ്യസ്ഥരായവർക്കെതിരെ. അത് അയാൾക്ക് ഒരിക്കലും ഒരു റിസ്ക് അല്ല എന്ന് പറയുമ്പോൾ ഇതൊരു ചെറിയ ആശ്വാസവാക്കല്ല. ഇവിടെ ലയണൽ ഉദ്ദേശിക്കുന്ന കാര്യം രാജാവിൻ്റെ അംഗരക്ഷകരായ കിങ്സ് ഗാർഡിന് രാജകുടുംബാംഗങ്ങളെ ഉപദ്രവിക്കാൻ അനുവാദമില്ല. അതുകൊണ്ട് തന്നെ ബെയ്ലർ കളത്തിലിറങ്ങിയത് തനിക്ക് വലിയ പരിക്കേൽക്കില്ല എന്ന വിശ്വാസത്തിലായിരുന്നു. പക്ഷേ വിധി മറ്റൊന്നായിരുന്നു, സ്വന്തം സഹോദരൻ്റെ കൈകൊണ്ട് ഒടുങ്ങാൻ. ട്രെയിലറിൽ പിന്നീടൊരിക്കൽ ലയണൽ ഡങ്കിനോട് പറയുന്നതായി കേൾക്കാം, നമ്മളൊരു ടീമായി മാറിയാൽ അതൊരു വലിയ ശക്തിയാകുമെന്ന്. നമ്മൾക്കിടയിൽ ഒരു യുദ്ധം വരുന്നുണ്ട്, നീ ഞാൻ ഒന്നിച്ചാൽ അത് നമുക്ക് ഇരട്ടി കരുത്തായിരിക്കും എന്ന് ലയണൽ പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഡങ്കൻ ലയണലും ചേർന്ന് ഒരു മാസ് ടീമായി കാണാൻ കഴിഞ്ഞാൽ പൊളിക്കുമെന്ന്. പക്ഷേ ഇത് ഡങ്ക് ആൻഡ് ലയണൽ കഥയല്ലല്ലോ, ഡങ്കിൻ്റെയും എഗ്ഗിൻ്റെയും കഥയല്ലേ. അവർക്കാണ് ഇമ്പോർട്ടൻസ്. എങ്കിലും വരും സീസണുകളിൽ ലയണൽ ബരാത്തിയോറിനെ നമുക്ക് വീണ്ടും കാണാൻ സാധിക്കും, അതിൽ സംശയമൊന്നും വേണ്ട. മാത്രമല്ല അതൊരു 1.5 വരവുമായിരിക്കും. പിന്നീട് നമ്മൾ കാണുന്നത് അടുത്ത കിരീടാവകാശിയായ ബെയ്ലറിൻ്റെ മകൻ വലാറിനെയാണ്. ഇവിടെ ചിലർക്കൊരു സംശയം കാണും, ബെയ്ലർ മരിച്ചാൽ അയാളുടെ അടുത്ത സഹോദരനല്ലേ കിരീടാവകാശിയായി വരേണ്ടത്. പക്ഷേ ഇവർക്കൊരു സിസ്റ്റം ഉണ്ട്, പ്രീമോജനേച്ചർ. അതായത് രാജാവിൻ്റെ മൂത്ത മകൻ മരണപ്പെട്ടാൽ ആ മകൻ്റെ സന്താനങ്ങളാണ് ആ വരിയിൽ അടുത്തതായി നിൽക്കുക. 100 കൊല്ലം മുമ്പേ വിസെറിസ് ടാർഗറിയൻ മകൾ റെനിയറിയെ കിരീടം അലങ്കരിച്ചതും ഈ ഒരു സിസ്റ്റം വെച്ചിട്ടായിരുന്നു. അത് അബ്സല്യൂട്ട് പ്രീമോജനേച്ചർ. ഇവിടെ ഇപ്പോൾ ബെയ്ലറിൻ്റെ വിടവാങ്ങലിൽ എഗ്ഗിന് സിംഹാസനത്തിലേക്ക് എത്താനുള്ള ഒരു പടി കൂടി കയറിയിട്ടുണ്ട്. എന്നാൽ ഇവരുടെ ആ ലൈൻ നോക്കിയാൽ നിലവിലെ ടാർഗറിയൻ കിങ് ഡെയ്റൻ ദ സെക്കൻഡ് ടാർഗറിന് 4 പുത്രന്മാർ. മൂത്തവനായ ബെയ്ലർ, തൊട്ടുപിറകുള്ള പ്രിൻസ് ഏരീസ് 1, റൈഗൽ, പിന്നെ പ്രിൻസ് മേക്കർ. ഇവിടെ നോക്കിയാൽ ബെയ്ലർ കഴിഞ്ഞാൽ കിരീടാവകാശിയെ കാണുന്നത് അദ്ദേഹത്തിൻ്റെ മൂത്ത മകനായ വലാറിനെയാണ്. വലാറിന് എന്തെങ്കിലും പറ്റിയാൽ തൊട്ടടുത്ത് ബെയ്ലറിൻ്റെ 2ാമത്തെ പുത്രൻ മറ്റാരിസും. അങ്ങനെ രാജാവിൻ്റെ പുത്രന്മാരും അവരുടെ പുത്രന്മാരുടെ അവസരം കഴിഞ്ഞ് മാത്രമാണ് 4ാമനായ മേക്കറിന് അയൺ തോണിലേക്ക് എന്തെങ്കിലും വകുപ്പ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ സിംഹാസനത്തിന് വേണ്ടിയാണ് മേക്കർ സഹോദരൻ ബെയ്ലറിനെ അത് മനഃപൂർവ്വം കൊന്നതെന്ന് പറയുന്നതിൽ കാര്യമില്ല. രാജാവിൻ്റെ 4ാമത്തെയും ഒടുക്കത്തെയും മകനിൽ പിറന്ന ഏറ്റവും അവസാനത്തെയും 4ാമത്തെ മകനാണ് എഗ്ഗ് എന്ന ഈഗൻ. കിരീടം വയ്ക്കാനുള്ള വിധി വിദൂരം എന്നുള്ളതുകൊണ്ടാണ് പാവത്തിന് പ്രിൻസ് ഈഗൻ 5 ദ അൺലൈക്ലി എന്ന പട്ടം വന്നത്. ചുരുക്കം പറഞ്ഞ വലാറാണിപ്പോൾ അയൺ ത്രോണിന് അടുത്ത് നിൽക്കുന്നത്. ട്രെയിലറിലെ ഒരു ഷോട്ടിൽ ഡങ്കിനോട് വലാർ ചോദിക്കുന്നത് വളരെ വേദനാജനകമായൊരു കാര്യമാണ്. എന്തുകൊണ്ടാണ് ദൈവം തൻ്റെ അച്ഛനെ കൊണ്ടുപോയതും പകരം ഡങ്കിനെ ഇങ്ങനെ ജീവനോടെ വിട്ടതും? ബെയ്ലർ ഒരു നല്ല രാജാവാകാൻ എല്ലാ യോഗ്യതയുമുള്ള ആളായിരുന്നു എന്ന ചിന്തയിൽ പറയുന്നതാണിത്. വെസ്റ്റ്രോസിന് ഏറ്റവും കൂടുതൽ ആവശ്യമുണ്ടായിരുന്നതും അദ്ദേഹത്തെ പോലൊരു ഭരണാധികാരിയാണ്. ബെയ്ലറുടെ മരണത്തോടെ അടുത്ത കിരീടാവകാശിയെ വലാറാണെന്ന് പറഞ്ഞില്ലേ, പക്ഷെ അവിടെ ഒരു ട്വിസ്റ്റുണ്ട്. സ്പോയിലറാണ്, എന്നാലും ഒന്ന് സൂചിപ്പിക്കാം. സീസൺ 2 തുടങ്ങുമ്പോൾ ഒരു 18 മാസത്തെ ടൈം ജമ്പ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ബുക്കിൽ അങ്ങനെയാണ്. ഈ കാലയളവിൽ വെസ്റ്റ്രോസിൽ ഗ്രേറ്റ് സ്പ്രിംഗ് സിക്നസ് എന്നൊരു വലിയ പകർച്ചവ്യാധി പടരുന്നുണ്ട്. അതിത്തിരി വിഷയമുള്ള ഒന്നാണ്. കൂടുതലൊന്നും പറയുന്നില്ല, ബാക്കി നമുക്ക് കാത്തിരുന്ന് കാണാം. അഥവാ അടുത്ത സീസണെ പറ്റി അറിയാൻ ക്ഷമയില്ലെങ്കിൽ വായിക്കാൻ നോവൽ അവൈലബിൾ ആയിട്ടുള്ളത് ഒരു ഗുഡ് ഓപ്ഷനാണ്. പുസ്തകത്തിൽ പറയുന്നതനുസരിച്ച് സീസൺ 2 ഒരു വലിയ ദുരിതത്തിൻ്റെ നിലയിലായിരിക്കും തുടങ്ങുന്നത്. രാജകുമാരൻ മേക്കർ ഡങ്കിനെ തൻ്റെ മുറിയിലേക്ക് വിളിപ്പിക്കുന്ന ഒരു സീനുണ്ട്. എഗ്ഗിനെ തൻ്റെ സഹചരനായി കൂടെ കൂട്ടാൻ ഡങ്ക് സമ്മതിക്കുമോ എന്ന് അഭ്യർത്ഥിക്കുന്ന പോലൊരു സീൻ. എഗ്ഗിന് ഏതെങ്കിലും യോദ്ധാവിൻ്റെ സഹചര്യമായി നിൽക്കുന്നെങ്കിൽ അത് ഈ ഹെഡ്ജറ്റിൻ്റെ കീഴിലേ ആവുള്ളൂ എന്ന് തറപ്പിച്ച് പറയാൻ തുടർന്നാണ് മേക്കർ ഇങ്ങനെ വിളിച്ച് ചോദിക്കുന്നതെങ്കിലും ഡങ്കിനും അടുത്തുന്ന പോലെ പറയുന്നുണ്ട് രാജകുമാരന്മാരുടെ കൂടെ നിന്നത് മതിയായി എന്ന്. ഒരിക്കൽ കിങ്സ് ഗാർഡായി ജീവിക്കാൻ ആഗ്രഹിച്ച ഡങ്കിൻ്റെ മനസ്സിനെ ബെയ്ലറിൻ്റെ മരണം നല്ലോണം അഫക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നിവിടെ മനസ്സിലാക്കാം. ഇതുകൂടാതെ പുസ്തകത്തിലെ ഒരു ഫേമസ് സീൻ നമ്മൾ ഈ എപ്പിസോഡിൽ കാണുമെന്ന് പ്രതീക്ഷിക്കാം. തൻ്റെ സഹോദരനായ ബെയ്ലറുടെ തലയ്ക്ക് മാരകമായ അടി കൊടുത്തത് താനാണോ എന്ന് മേക്കർ തന്നെ സംശയിക്കുന്ന ഒരു സന്ദർഭം. ഒരിക്കലും ആപത്തുണ്ടാകണമെന്ന് വെച്ച് ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഈ ഒരു ചീത്തപ്പേര് ഇനി എക്കാലവും നിലനിൽക്കുമെന്ന് അയാൾക്ക് ഉറപ്പാണ്. ഇങ്ങനെ ആ ദുരിതോർത്ത് അദ്ദേഹം പശ്ചാത്തപിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ഹൃദയസ്പർശിയായ ഒന്നായിരിക്കും അത്. താനിനി രാജകുമാരന്മാരുടെ കൂടെ കൂടുന്നില്ലെന്നും ഒരു സാധാരണ നൈറ്റായി ജീവിക്കാനാണ് ഇഷ്ടം എന്ന നിലപാടിലാണ് ഡങ്ക്. എങ്കിലും പക്ഷേ എഗ്ഗ് അവനെ വിട്ടുപോകാൻ തയ്യാറല്ല. ഇതിനിടയ്ക്കൊരു സീനിൽ എഗ്ഗ് ഒരു കത്തിയുമായി
അവശനായി ഉറങ്ങിക്കിടക്കുന്ന ഏരിയോൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത് കാണിക്കുന്നുണ്ട്. ഏരിയോൻ മരിച്ചിട്ടില്ലെന്നപ്പോൾ ഉറപ്പായി. എഗ്ഗിന് തൻ്റെ ചേട്ടനോടുള്ള ഉറപ്പ് നമുക്കറിയാം. പണ്ട് മുതലേ ഏരിയോൺ എഗ്ഗിനെ ഉപദ്രവിച്ചിട്ടുണ്ട്. ബെഡ്റൂമിൽ കയറി കത്തിവെച്ച് പീഡിപ്പിച്ച കഥയൊക്കെ മുന്നേ അവൻ പറഞ്ഞത് നമ്മൾ കണ്ടിരുന്നു. ഡ്രമാറ്റിക്കായി ഇങ്ങനെ ഒരു ഗ്ലിംസ് കാണിക്കുന്നെങ്കിലും എന്തായാലും അവനെ കൊല്ലാനൊന്നും പോകണില്ലായിരിക്കും അല്ലേ? ട്രെയിലറിൻ്റെ അവസാന ഭാഗങ്ങൾ നമ്മൾ കാണുന്നത് ഡങ്കും എഗ്ഗും വേർപിരിയുമോ എന്നൊരു ടെൻഷൻ ക്രിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. മേക്കർ പറയുന്നു എഗ്ഗിന് നീ അല്ലാതെ മറ്റൊരാളുടെ കീഴിലും ജോലി ചെയ്യാൻ താല്പര്യമില്ല എന്ന്. എന്നാൽ ഡങ്കിൻ്റെ റെസ്പോൺസും ഒട്ടും താല്പര്യമില്ലാതെ പോലെയാണ്. എന്തായാലും നമ്മൾ കാത്തിരുന്ന ആ നിമിഷം ഡങ്കും എഗ്ഗും കുതിരപ്പുറത്ത് ഒരുമിച്ച് പുതിയ ലക്ഷ്യങ്ങളിലേക്ക് യാത്ര തിരിക്കുന്നത് അതായിരിക്കും മിക്കവാറും ഈ സീസണിൻ്റെ ക്ലോസിംഗ് ഷോട്ട്. അങ്ങനെയാണെങ്കിൽ അവർ പ്രതീക്ഷിക്കുക പോലും ചെയ്യാത്ത വലിയ സാഹസികതകളിലേക്കായിരിക്കും ആ യാത്ര പോവുക. ചുരുക്കത്തിൽ പറഞ്ഞ എപ്പിസോഡ് 6 ഒരു വലിയ വെടിക്കെട്ടല്ല, മറിച്ച് അടുത്ത സീസണിലേക്കുള്ള ഗംഭീരമായ ആമുഖമാണ്. ഒരു പ്രോലോഗ്. ഒരു രാജാവാകേണ്ടിയിരുന്ന മനുഷ്യൻ്റെ മരണം വെസ്റ്റോസിനെ ഇരുട്ടിലാക്കുമ്പോൾ അവിടെ ഒരു പുതിയ നൈറ്റും അവൻ്റെ കൊച്ചു സഹചാരിയും വളർന്നു വരികയാണ്. അടുത്ത വർഷം തന്നെ സീസൺ 2 വരുമെന്നാണ് HBO പറയുന്നത്. ഷൂട്ടിംഗ് തുടങ്ങിയിട്ട് തന്നെ ഇപ്പോൾ ഏകദേശം 1 മാസം ആവുന്നുണ്ട്. നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റിയ കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ മറക്കണ്ട. അപ്പോൾ ഡങ്കിൻ്റെയും എഗ്ഗിൻ്റെയും ഭാവി കാര്യങ്ങളെക്കുറിച്ചുള്ള ഫിനാലെയുമായി നമുക്ക് കാത്തിരുന്ന് കാണാം. Maybe you're not the knight I thought you were.